وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അനുഗ്രഹീത റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ പാഠം പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറയപ്പെട്ടു. റമദാൻ മാസം പകർന്നു തരികയും ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഇറക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ മഹത്തായ ഗുണമാണ് നാം എല്ലാവരുടെയും പടച്ചവനും പരിപാലകനുമായ അല്ലാഹുവിനെക്കുറിച്ചുള്ള ധ്യാനം, പടച്ചവനുമായിട്ടുള്ള നിരന്തര ബന്ധം. ഇതിനെ അറബിയിൽ ദിക്ർ ദുആ എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ നോമ്പിനെപ്പറ്റി വിവരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു ദുആയുടെ മഹത്വം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. വഇദാ സഅലക ഇബാദി, എന്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ, അന്നി ഫഇന്നി ഖരീബ്, എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്നെ എങ്ങനെയാണ് വിളിക്കേണ്ടത്? വലിയ ശബ്ദത്തിൽ മൈക്ക് വെച്ച് ഉറക്കെ വിളിക്കണോ, അല്ലെങ്കിൽ പരമരഹസ്യമായി വിളിക്കണമോ എന്ന് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം, ഞാൻ എല്ലാവരുടെയും അരികിൽ തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അതുകൊണ്ട് ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, എന്നാൽ അവർ എന്നോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവർ സ്വീകരിക്കേണ്ടതാണ്, എന്നിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. അതിലൂടെ അവർക്ക് സന്മാർഗം പ്രാപിക്കാൻ സാധിക്കും. ഈ ആയത്തിന് മുമ്പ് നോമ്പിനെ പറ്റിയുള്ള പരാമർശമാണ്, ശേഷവും നോമ്പിനെ പറ്റിയുള്ള പരാമർശമാണ്. ഇടയിൽ ഈ ദിക്റിനെയും ദുആയിനെയും പറ്റിയുള്ള പരാമർശം വന്നത് റമദാൻ മാസവും ദിക്ർ ദുആകളുമായിട്ടുള്ള ബന്ധം അറിയിക്കാൻ വേണ്ടിയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് നാം അനുഗ്രഹീത റമദാൻ മാസത്തിൽ അല്ലാഹുവിനെ പറ്റിയുള്ള ദിക്റുകളും ദുആകളും അധികരിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഖുർആൻ പാരായണം തന്നെ പ്രധാനപ്പെട്ട ദിക്റാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ രണ്ടാമത്തെ പ്രധാനമായ ദിക്റാണ് നമസ്കാരം. വാഖിമിസ് സ്വലാത്ത ലിദിക്രി, നമസ്കാരം അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട ദിക്റാണ്. റമദാൻ മാസത്തിൽ നമസ്കാരം അതിൽ സൂക്ഷ്മത പുലർത്താനും ജീവിതകാലം മുഴുവനും നമസ്കാരത്തെ നമ്മോട് ചേർത്ത് പിടിക്കാനും പരിശ്രമിക്കേണ്ടതാണ്. ഫർദ് നമസ്കാരങ്ങളിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. സുന്നത്ത് നമസ്കാരങ്ങളും അധികരിപ്പിക്കണം. ഖളായി പോയ നമസ്കാരങ്ങൾ വീട്ടാൻ പരിശ്രമിക്കണം. റമദാൻ മാസത്തിന്റെ പ്രത്യേക ഇബാദത്തായ തറാവീഹ് നമസ്കാരം അധികരിപ്പിക്കണം എന്നതിലേക്കുള്ള സൂചനയാണ്. അതുകൊണ്ട് നമസ്കാരം അധികമായി നിർവഹിക്കണം. പ്രത്യേകിച്ചും ഫർദ് നമസ്കാരം പരിപൂർണ ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം. കൂടാതെ നിരന്തരം അല്ലാഹുവിനെ സ്മരിക്കുകയും ദിക്ർ ദുആകൾ നടത്തുകയും വേണം. ദിക്ർ ദുആകൾ രണ്ട് വിഭാഗമാണ്. ഒന്ന്, പ്രത്യേക നിയമങ്ങളും രീതികളും നിബന്ധനകളും നിർദ്ദേശിക്കപ്പെട്ട നമസ്കാരം പോലുള്ളത്. നമസ്കാരം എല്ലാവർക്കും എപ്പോഴും എങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് ശുദ്ധി വേണം, ഖിബ്ലയെ അഭിമുഖീകരിക്കണം. അതുപോലെ നമസ്കാരത്തിന്റെ ഫർദുകളും സുന്നത്തുകളും പാലിക്കണം. ഇതാണ് ദിക്റിന്റെ ഒന്നാമത്തെ ഭാഗം. ദിക്റിന്റെ രണ്ടാമത്തെ ഭാഗം ഈ നിയമങ്ങളും നിബന്ധനകളൊന്നുമില്ലാതെ
എന്നാൽ മനസ്സാന്നിധ്യം വേണം എന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സമയത്തും അള്ളാഹുവിന്റെ നാമം പറയുകയും അള്ളാഹുവിനെ ധ്യാനിക്കുകയും പടച്ചവനോട് നിരന്തരം പ്രാർത്ഥനകളുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ഇതിന് വധുവുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഖിബലയെ അഭിമുഖീകരിക്കുന്നത് വളരെ നല്ലതാണ്, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. നിന്നും ഇരുന്നും കിടന്നും നടന്നും എല്ലാ സമയത്തും ദിക്ർ ചെല്ലാൻ സാധിക്കും, ചെല്ലുകയും വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എല്ലാ സമയത്തും മുഴുവൻ സന്ദർഭങ്ങളിലും ധ്യാനിക്കുമായിരുന്നു. മലമൂത്ര വിസർജന സമയത്ത് മാത്രം ധ്യാനിക്കുകയില്ല. അതിന് ആ സമയം ദിക്ർ ചൊല്ലാൻ കഴിയാത്തതിന്റെ പേരിലാണ് മലമൂത്ര വിസർജനത്തിന് ശേഷം ഗുഫ്രാനക്, പടച്ചവനെ പുറത്തു തരയണമേ എന്ന് പറയുന്ന ഒരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണപ്പെട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ധ്യാനമായിരുന്നു. രാത്രി വൈകി വിശ്രമിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. പുലർക്കാലത്ത് തന്നെ എഴുന്നേൽക്കുന്നു, അള്ളാഹുവിനെ ധ്യാനിക്കുന്നു, പടച്ചവനെ ദിക്ർ ചൊല്ലുന്നു, അള്ളാഹുവിനെ ഓർക്കുന്നു. അതിനുശേഷം നമസ്കാരത്തിലേക്ക് തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെടുന്നു. അത് അടിമുടി അള്ളാഹുവിന്റെ ധ്യാനമാണ്. സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് സുബഹി നമസ്കാരം അതിനു മുമ്പുള്ള സുന്നത്ത് സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ദിക്റുകളും ദുആകളുമായി ബന്ധപ്പെടുമായിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ വെപ്രാളം പിടിക്കരുത്. കുറച്ചുനേരം ദിക്റിലും ദുആയിലുമായി ഖുർആൻ പാരായണത്തിലായി കഴിയണം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നു. അപ്പോഴും അള്ളാഹുവിനെ ധ്യാനിക്കുന്നു, ഓർക്കുന്നു. വീട്ടിൽ പോകുന്നു, ഭാര്യ മക്കളുമായി ബന്ധപ്പെടുന്നു, അതുപോലെ കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നു, ഇടപാടുകൾ നടത്തുന്നു. ഈ സമയത്തെല്ലാം അള്ളാഹുവിനെ ഓർക്കുകയാണ്, പടച്ചവന്റെ നാമം പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായി കളിക്കുമായിരുന്നു, ചിരിക്കുമായിരുന്നു. പക്ഷേ പടച്ചവന് എതിരായ ഒരു കാര്യം പോലും കേൾക്കാൻ സന്നദ്ധമാവുകയില്ലായിരുന്നു. പടച്ചവന് എതിരായ വല്ലതും പറയപ്പെട്ടാൽ ഒന്നെങ്കിൽ അത് നിർത്താൻ ഞങ്ങളോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അത് അടിമുടി, അതും അള്ളാഹുവിന്റെ ധ്യാനമാണ്, പടച്ചവനെ പറ്റിയുള്ള സ്മരണയാണ്. ളുഹർ നമസ്കരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അള്ളാഹുവിനെ ധ്യാനിക്കുകയാണ്. അത്ഭുതകരമായ വചനങ്ങളാണ് ആഹാരത്തിന് മുമ്പും ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. ഓരോ സമയങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റുകൾ വളരെ അത്ഭുതകരമാണ്, ആശയഗംഭീരമാണ്. വസ്ത്രം ധരിക്കുമ്പോൾ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വഅതജമ്മലു ബിഹി ഫീ ഹയാതി. എന്റെ നഗ്നത മറയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ അലങ്കാരത്തോടെ നടക്കാൻ കഴിയുകയും ചെയ്യുന്ന വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. വാഹനത്തിൽ കയറുന്നു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു പരമപരിശുദ്ധനാണ്, ഇതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിവില്ലായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ കയറുന്നു, ദുആ, മസ്ജിദിൽ നിന്ന് ഇറങ്ങുന്നു, ദുആ, പ്രബോധനം നടത്തുന്നു, ദുആ, പ്രബോധനത്തിൽ കൂടി ജനങ്ങളിൽ പരിവർത്തനമുണ്ടാകുന്നു, അപ്പോഴും ദുആ. ഒരു യുവാവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അദ്ദേഹം സത്യം സ്വീകരിച്ചു. ഉടനെ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. ഈ യുവാവിനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. പോരാട്ടത്തിനിടയിൽ പടച്ചവനെ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളുമായിട്ടുള്ള പോരാട്ടത്തിലാണ്, ആ സമയത്തും അള്ളാഹുവിനെ അധികമായി ഓർക്കുന്നു. ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി മുഴുവനും
നമസ്കാരത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ സമയങ്ങളിലും അല്ലാഹുവിനെ പറ്റിയുള്ള ധ്യാനമാണ്. പ്രഭാതത്തിൽ പടച്ചവനെ ധ്യാനിക്കുന്നു, പ്രദോഷത്തിൽ പടച്ചവനെ ധ്യാനിക്കുന്നു. അവസാനം ഒരു ദിവസം മുഴുവനും കഴിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വസമ്പന്നമായൊരു ദിനമാണ് കഴിച്ചുകൂട്ടിയത്. എന്നിട്ടും അല്ലാഹുവിനെ ധ്യാനിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഉറങ്ങുന്ന സമയത്തുള്ള പ്രവാചക വചനം എത്രയോ ഗംഭീരമാണ്. ബിസ്മിക റബ്ബി, പടച്ചവനെ നിന്റെ നാമത്തിൽ വദഅതു ജംബി, എന്റെ ശരീരത്തെ ഞാൻ വിരിപ്പിലേക്ക് വെക്കുകയാണ്. ഒരു ചാക്ക് നാലായി മടക്കിയ ഒരു രൂപം, ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്ക. അല്ലാഹുവിനെ ഓർക്കുന്നു. വബിക റഫഉഹു, പടച്ചവനെ നിന്റെ ഉദവിയുണ്ടായി നാളെ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതാണ്. ഇന്നംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വർഹംഹാ, പടച്ചവനെ എന്റെ ഈ രാത്രിയുടെ ഏതെങ്കിലും യാമത്തിൽ നീ എന്റെ ആത്മാവിനെ പിടിക്കുകയാണെങ്കിൽ എന്നോട് കരുണ കാണിക്കണം, എനിക്ക് നീ പുറത്തു തരണം. സുബ്ഹാനല്ലാഹ്. വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ, എന്റെ ദാസ ഒരു ദിവസം കൂടി അനുഭവിച്ചുകൊള്ളിൻ, റമദാൻ 11 ശനിയാഴ്ച അനുഭവിച്ചുകൊള്ളിൻ എന്ന് പറഞ്ഞ് എന്റെ ആത്മാവിനെ വീണ്ടും നീ വിടുകയാണെങ്കിൽ പടച്ചവനെ നിന്റെ നല്ല ദാസന്മാരെ നീ സംരക്ഷിക്കുന്നത് പോലെ എന്നെയും നീ സംരക്ഷിക്കണമേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കത്തിനിടയിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഓർക്കുന്നു. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു പ്രത്യേകതയാണ് അല്ലാഹുവിനെ നിരന്തരം സ്മരിക്കുക, പടച്ചവനോട് ദുആയിരക്കുക എന്നുള്ളത്. അനുഗ്രഹീത റമദാനിലൂടെ അല്ലാഹു നമ്മളിലും ഈ ഗുണത്തിന്റെ അംശം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അധികമായി ദിക്റും ദുആയും ചെയ്യണം. അധികമായി നിങ്ങൾ ദിക്ർ ചെല്ലണം. നമസ്കാരത്തിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, ഇത് 3 മുദ്രാവാക്യമൊന്നുമല്ല. 3 പ്രാവശ്യം ചെല്ലുന്നു, ഹോ എന്ന് പറഞ്ഞെങ്കിൽ ചൊല്ലി എഴുന്നേറ്റ് പോകുന്നു, ഇല്ല. ഇത് ജീവിതത്തിൽ പതിവാക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് നടക്കൽ, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കൊണ്ട് നടക്കൽ, പടച്ചവനെ നിന്റെ സ്വർഗം തരയണമേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കൽ, നിന്റെ നരകത്തെ തൊട്ട് കാക്കണമേ എന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി 3 പേരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതിലൊന്ന് അസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മളതും ആചാരമാക്കി. നമസ്കാരത്തിന് ശേഷം 2 വാക്ക് പറയുന്നു, ദുആ ചെയ്യുന്നു, ഉടനെ എഴുന്നേറ്റ് ഓടുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം ഇരിക്കും. നമ്മൾ നോമ്പിന്റെ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യും. നോമ്പുകാരൻ രാവിലെ മുതൽ മഗ്രിബ് വരെയും അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ജീവിതത്തിൽ ലഭിക്കാത്ത അനുഗ്രഹമാണ് നമുക്ക് റമദാൻ മാസത്തിൽ ലഭിക്കുന്നത്. അത്താഴത്തിന്റെ സമയം, പടച്ചവന്റെ സ്വീകാര്യതയുടെ സമയം. അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ഹൽ മിൻ സായിലിൻ ഫഉജീബ, ചോദിക്കാൻ ആരെങ്കിലുമുണ്ടോ ഞാൻ നൽകാം, മാപ്പ് ചോദിക്കാൻ ആരെങ്കിലുമുണ്ടോ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു അറിയിക്കുന്നതാണ്. അങ്ങനെയുള്ള സുവർണ സമയം കിട്ടുന്നു. നമ്മൾ ആ സമയത്ത് ആഹാര കാര്യങ്ങളുടെ സംസാരത്തിൽ കഴിയുന്നു. ആഹാരം കഴിച്ചുകൊള്ളിൽ, അതിനോടുകൂടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൽ, ദിക്ർ ചെയ്തുകൊണ്ട് ആഹാരം കഴിക്കൽ. അതുപോലെ അത്താഴ സമയത്ത് സാധിക്കുമെങ്കിൽ ഭാര്യ മക്കളെല്ലാം ഒന്ന് കൂടിയിരുന്ന് കുറച്ചുനേരം അല്ലാഹുവിനോട് ദുആ ചെയ്യൽ. നോമ്പിനിടയിൽ നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്യൽ, പടച്ചവനോട് ഓരോ കാര്യങ്ങളും ദുആ ചെയ്തുകൊണ്ടിരിക്കൽ. ദുആയുമായി ബന്ധപ്പെട്ട വലിയൊരു കാര്യം മനസ്സിലാക്കണം. ദുആ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു വാക്ക് നമ്മൾ എല്ലാവരും ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ദുആ തന്നെയാണ്. പക്ഷെ അത് ദുആ പഠിപ്പിക്കലാണ്, പരിശീലിപ്പിക്കലാണ്. നിരന്തരം ദുആ ചെയ്യൽ, നിരന്തരം ദുആ ചെയ്യൽ. നിങ്ങൾ കടയിലാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യൽ. നിങ്ങൾ കമ്പോളത്തിലാണ്, പടച്ചവനോട് ദുആ ചെയ്യൽ. നിങ്ങൾ അടുക്കളയിലാണ്, നിങ്ങൾ ദുആ ചെയ്യൽ. ഭാര്യ മക്കൾക്ക് പരിശീലിപ്പിച്ചു കൊടുക്കൽ ദിക്റും ദുആയും. പ്രത്യേകിച്ച് മഗ്രിബിന് മുമ്പ് നോമ്പ് തുറക്കുമ്പോൾ സഹോദരങ്ങളെ എല്ലാവരും ദുആയുമായി ബന്ധപ്പെടും. ആഹാരം കഴിച്ചുകൊള്ളിൽ, അതിന് കൂട്ടത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ചുരുക്കത്തിൽ അല്ലാഹു തആല നോമ്പിലൂടെ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നിങ്ങൾ എന്റെ ധ്യാനം നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമാക്കൽ, എന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കൽ. ഫലമെന്തായിരിക്കും?
ഒരു ദിവസം, എന്നെ നിർബന്ധമായിട്ടും ഓർക്കേണ്ട ഒരു ദിവസം നിങ്ങൾക്ക് സമാഗതമാകും. മലക്കുൽ മൗത്ത് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കും. നിങ്ങൾ എന്റെ നാമം പറഞ്ഞുകൊണ്ട് എന്നിലേക്ക് നിങ്ങൾ യാത്രയാകും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദിക്റുമായി വളരെ കൂടുതൽ ബന്ധപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാവുകൊണ്ട്, മനസ്സുകൊണ്ട്, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കടന്നുകൊണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എല്ലാവരും